ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 72-ാമത്തെ ശ്ലോകം നോക്കാം. അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരൗരവാജനാ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതഃ. അപ്പോൾ കലിയുടെ പ്രഭാവം കൊണ്ട് എങ്ങനെയൊക്കെയാണ് സാരത്തിന് കോട്ടം സംഭവിച്ചത് എന്ന് പറയുകയാണ് ഇപ്പോൾ ശ്രീ നാരദ മഹർഷി. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ബ്രാഹ്മണർ ഈ ഭാഗവത കഥയുടെ കഥാകഥനം കൊണ്ട് എങ്ങനെയാണ് ആ ഒരു സാരത്തിന് കേടുവരുത്തിയത് അല്ലെങ്കിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്തതിനും പറയുകയാണ് അത്യുഗ്രഭൂരി കർമാണോ, അതികഠിനങ്ങളായിട്ടുള്ള ഭൂരികർമാണോ. കർമാണോ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, ഭൂരികർമാണോ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അതികഠിനങ്ങളായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരും, പിന്നെയോ നാസ്തിക, ഈശ്വരനിൽ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവരും ഈശ്വരൻ ഇല്ലെന്ന് ധരിക്കുന്നവരും ആയിട്ടുള്ള രൗരവ ജനാഹ. രൗരവ എന്നാൽ രൗരവം എന്ന നരകം. നമുക്ക് ഭാഗവതത്തിൽ 28 തരം നരകങ്ങളെക്കുറിച്ച് നമുക്ക് 5-ാമത്തെ സ്കന്ധത്തിൽ കാണാം. ആ 28 നരകങ്ങളിൽ ഒന്നാണ് താമിശ്രം, അന്ധതാമിശ്രം, രൗരവം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു നരകമാണ് രൗരവം എന്ന് പറയുന്നത്. ഈ രൗരവത്തിൽ സാധാരണ പോകുന്നത് ആ ഭാഗവതത്തിൽ പറയുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഒരു ഈശ്വരാംശത്തെ മനസ്സിലാക്കാതെ ഈ ശരീരം താനാണെന്നും അതേപോലെ തൻ്റേതായിട്ട് ഉള്ള ഭാര്യാപുത്രാദികളെയൊക്കെ തൻ്റേതാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വത്ത്, എൻ്റെ പണം, എൻ്റെ സമ്പത്ത്, ഇങ്ങനെ തൻ്റെ ഈ ദേഹാഭിമാനം വെച്ചുകൊണ്ട് തൻ്റെ കുടുംബം ഈ ഒരു ചെറിയൊരു ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന, അഥവാ തൻ്റെ ചുറ്റിനുമുള്ള ഈശ്വര സ്വരൂപികളായിട്ടുള്ള മറ്റ് സൃഷ്ടികളെ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളെ ഒന്നും കാണാൻ ശ്രമിക്കാതെ തൻ്റെ ഭാര്യ പുത്രാദികളായിട്ടുള്ള ഈ ഒരു ചെറിയൊരു ലോകത്തിലേക്ക്, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഈ ഒരു ചെറിയ ലോകത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ട് തൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ പോറ്റാനായി മറ്റുള്ള ഭൂതങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ തള്ളി നീക്കുകയും ഒടുവിൽ ഇതിനെയെല്ലാം ഉപേക്ഷിച്ച് ഒരു കാലം പോകേണ്ടി വരുമ്പോൾ തൻ്റെ തന്നെ ഇത്തരത്തിലുള്ള പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് എത്തിച്ചേരുന്നതാണ് ഈ രൗരവം എന്ന് പറയുന്ന നരകം. അവിടെ ഈ ഒരു മനുഷ്യ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് ഏതൊക്കെ ഭൂതങ്ങളെ അല്ലെങ്കിൽ ജന്തുക്കളെ ദ്രോഹിച്ചിട്ടുണ്ടോ, തൻ്റേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദ്രോഹിച്ചിട്ടുണ്ടോ, അവയെല്ലാം തന്നെ ഇവിടെ വരുമ്പോൾ രുരുക്കൾ അഥവാ ഈ കരിമാനുകൾ ആയിട്ട്, ഈ രുരുക്കൾ എന്ന് പറയുന്നത് തന്നെ ഒരു തരം ഈ സർപ്പത്തേക്കാളും അധികം ക്രൗര്യമുള്ള ഒരു ഉപദ്രവവാസന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആക്രമണവാസന കൂടിയ ഒരു തരം മൃഗങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ രുരുക്കളുടെ നരകത്തിൽ, ഇത് രുരുക്കളുടെ ഒരു ആവാസസ്ഥാനമായതുകൊണ്ടാണ് ഈ നരകത്തിനെ തന്നെ രൗരവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദ്രോഹിക്കപ്പെട്ട ഭൂതങ്ങളൊക്കെ തന്നെയും രുരുക്കളായി മാറി ഈ നരകത്തിൽ വെച്ച് ഈ പാപിയായ മനുഷ്യനെ അല്ലെങ്കിൽ മറ്റു ഭൂതങ്ങളെ ദ്രോഹിച്ചിട്ട് ഇവിടെ വരേണ്ടി വന്ന മനുഷ്യനെ ഹിംസിച്ചുകൊണ്ട് പകരം വീട്ടുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു നരകത്തെയാണ് രൗരവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രൗരവം, അതാണ് രൗരവ ജനാഹ. ജനാഹ എന്നാൽ
ആളുകൾ, മനുഷ്യർ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഏറ്റവും അതികഠിനങ്ങളായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരും അതുപോലെ തന്നെ ഈശ്വരവിശ്വാസമില്ലാത്തവരും നാസ്തികന്മാരായിട്ടുള്ള ആളുകളും അതുപോലെ ഈ രൗരവം എന്ന് പറയുന്ന നരകത്തിൽ നിന്നും വന്ന ജനങ്ങൾ, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ പൂർവ്വജന്മത്തിലെ പാപങ്ങളുടെ ഫലമായിട്ടാണ് അവർ രൗരവം എന്ന നരകത്തിൽ പോയത്. അവിടെ നിന്നും വീണ്ടും ജന്മമെടുത്ത് ഇവിടെ വന്നിട്ടുള്ള ദുഷ്ടന്മാർ തേപി എന്നാൽ ഈ തേ അപി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തേപി. അവരും, അതായത് ഈ രൗരവത്തിൽ നിന്ന് തിരിച്ചു വന്ന ആ ദുഷ്ടരായിട്ടുള്ള ആളുകളും തിഷ്ഠന്തി എന്നാൽ വസിക്കുന്നു അഥവാ നിൽക്കുന്നു. തിഷ്ഠ എന്നാൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരും വസിക്കുന്നു. എവിടെ? തീർത്ഥേഷു, തീർത്ഥങ്ങളിൽ. അതുകൊണ്ട് തന്നെ തീർത്ഥസാരസ്തതോഗതഃ എന്ന് പറഞ്ഞാൽ തീർത്ഥസാരഃ തതഃ. തീർത്ഥസാരഃ എന്നാൽ തീർത്ഥസ്ഥാനങ്ങളുടെ സാരം അല്ലെങ്കിൽ മഹത്വം. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് വന്ന് ഈ നമ്മൾ മുൻപ് പറഞ്ഞ 3 തരത്തിലുള്ള ആളുകൾ വന്ന് താമസിക്കുന്നത് കൊണ്ട് തതഃ അതിനാൽ ഗതഃ നശിച്ചു അഥവാ അതെല്ലാം പോയി. അപ്പോൾ ഈ 3 തരത്തിലുള്ള അത്യുഗ്രങ്ങളായിട്ടുള്ള അതികഠിനങ്ങളായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരും ഈശ്വര വിശ്വാസമില്ലാത്തവരും അതുപോലെ തന്നെ രൗരവം എന്ന നരകത്തിൽ നിന്നും വീണ്ടും ജനിച്ചു വന്നിട്ടുള്ള ദുഷ്ടന്മാരായ ആളുകളും ഇവരൊക്കെ ഈ തീർത്ഥങ്ങളിൽ പോയി താമസിക്കുന്നത് കൊണ്ട് തന്നെ അഥവാ തീർത്ഥസ്ഥാനങ്ങളിൽ പോയി താമസിക്കുന്നു. ഇവിടെ 2 തരത്തിലും അർത്ഥമെടുക്കാം. തീർത്ഥസ്ഥാനങ്ങളിൽ പോയി വസിക്കുന്നു, അല്ലെങ്കിൽ തീർത്ഥങ്ങളിൽ ഇറങ്ങി സ്നാനം ചെയ്താലും അവരുടെ ആ ഒരു പാപം ആ തീർത്ഥങ്ങളെയും കൂടി മലിനമസമാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ തീർത്ഥങ്ങളിൽ പോയി വസിക്കുന്ന, ഇതുപോലെയുള്ള തീർത്ഥസ്ഥാനങ്ങളിൽ പോയി വസിക്കുന്നവരും അവർ അങ്ങനെ വസിക്കുന്നത് കൊണ്ട് തന്നെ ഈ തീർത്ഥങ്ങളുടെ സാരവും കൂടി നശിച്ചു പോകുന്നു. ഇവിടെ 3 തരത്തിലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു അത്യുഗ്ര ഭൂരികർമാണോ. ഭഗവാനെ സേവിക്കാൻ പലപ്പോഴും പലതരത്തിലുള്ള ഈ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന പല കർമ്മങ്ങളും ഇന്ന് നമുക്ക് ഭക്തിയുടെ പേരിൽ നടത്തുന്നത് നമുക്ക് കാണാം. ഒരു തരത്തിൽ നോക്കിയാൽ അതുമൊക്കെ കുകർമാചരണങ്ങളിൽ പെടുന്നതാണെന്ന് വേണം കരുതാൻ. കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട്, അല്ലയോ പാർത്ഥ, ഇദം ശരീരം കൗന്ദേയ ക്ഷേത്ര ഇത്യഭിധീയതേ. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം, ആ തത്വമാണ് ക്ഷേത്രജ്ഞൻ. അങ്ങനെ വരുമ്പോൾ ആ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ, ആ ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ ഈ ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് ചെയ്താൽ അതിലെങ്ങനെയാണ് ആ ഭഗവാൻ സന്തോഷിക്കുക? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശരീരത്തെ ക്ലേശിപ്പിക്കാതെ തന്നെ ആ ശരീരത്തിനുള്ളിലുള്ള സാരത്തെ ശരിയായി മനസ്സിലാക്കിയാൽ ചുറ്റിനുമുള്ളവയിലൊക്കെ ആ ഈശ്വര സ്വരൂപത്തെ കാണാൻ നമുക്ക് കഴിയും. നമ്മൾ അങ്ങനെ ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ വീട് തീ വെച്ചിട്ട് വീട്ടുടമസ്ഥനെ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത് പോലെയാവും. ഇവിടെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശരീരത്തെ ദ്രോഹിച്ചുകൊണ്ടാവില്ല, അങ്ങനെ ആകരുത് എന്ന് ഭഗവാൻ തന്നെയാണ്
ഗീതയിലൂടെ പറഞ്ഞു തരുന്നത്. കാരണം ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളിൽ ഞാനാണിരിക്കുന്നത്, ഞാനുള്ളത് കൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ എന്നെ പ്രീതിപ്പെടുത്തുകയാണ് വേണ്ടതെങ്കിൽ എന്നെ ആദ്യം അറിയുക. ആ ഭഗവാൻ എന്ന സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനുമുള്ള ലോകം മുഴുവൻ നിറഞ്ഞിൽക്കുന്ന ഈശ്വരനെ മാത്രമേ പിന്നെ കാണാൻ കഴിയുകയുള്ളൂ. ഈ ദേഹം പിന്നെ അപ്രസക്തമാണ്. ദേഹബോധത്തിൽ നിന്നും താനെ മുക്തനായിത്തീരാൻ അത് ഉപകരിക്കും. ഇവിടെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കാതെ ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു അവിവേക ബുദ്ധിയാണ് ഇത്തരത്തിലുള്ള കുകർമാചരണങ്ങൾക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നതെന്ന് കാണാം. ഒരു പക്ഷെ അങ്ങനെയുള്ള കർമ്മങ്ങൾ തന്നെയാണ് നാസ്തികന്മാരെ സൃഷ്ടിക്കുന്നതും. അങ്ങനെ നാസ്തികന്മാരും ഇതുപോലെയുള്ള അത്യുഗ്രഭൂരി കർമാണോ അങ്ങനെയുള്ള ജനങ്ങളും ഒക്കെ തന്നെയാണ് രൗരവത്തിലേക്ക് ഉള്ള വഴി തുറക്കുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഏത് തീർത്ഥങ്ങളിൽ പോയാലും ആ തീർത്ഥത്തെ കൂടി മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയും കൂടി സാരം അതുകൊണ്ട് പോയിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരൗരവാജനാഃ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതഃ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2 പാദത്തിലും, ആ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ പാദത്തിലും രണ്ടാമത്തെ പാദത്തിൻ്റെയും ഒടുവിൽ വിസർഗമുണ്ട്. ജനാഹ ഗതഃ. അപ്പോൾ ഇത് രണ്ടും പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അത്യുഗ്ര ഭൂരി കർമാണോ അത് ചേർത്ത് തന്നെ എടുക്കുക. അതുപോലെ തീർത്ഥസാരസ്തതോ അതും ചേർത്ത് തന്നെ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഹരേ കൃഷ്ണ.